ഹലോ ഹായ് മക്കളെ, അപ്പോൾ എല്ലാവർക്കും സൂപ്പർ നോട്ട്സിലേക്ക് സ്വാഗതം. യെസ്, അപ്പോൾ നമ്മുടെ KSEBിയുടെ ഇലക്ട്രിസിറ്റി വർക്കർ ഓർ മസ്ദൂർ നോട്ടിഫിക്കേഷൻ ഉടൻ എത്തും. അതിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ കുറേ പേര് ഒരുപാട് വർഷങ്ങളായി കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഇലക്ട്രിസിറ്റി വർക്കർ ഓർ മസ്ദൂർ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ ഉടൻ എത്തും, അതിൽ യാതൊരു സംശയവുമില്ല. സോ ഈ നോട്ടിഫിക്കേഷൻ എത്തുമ്പോൾ ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ പഴയ വർഷങ്ങളിൽ നടന്നതുപോലെ അതേ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റോ, യോഗ്യതയിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ, കായികക്ഷമത പരീക്ഷ എന്തെങ്കിലും ഉണ്ടോ, അതേപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും നമുക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് ക്ലിയർ ചെയ്യാം. സോ അപ്പോൾ നോക്കിയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതാ നോക്കിയേ, ഇലക്ട്രിസിറ്റി വർക്കർ ഓർ മസ്ദൂർ 15 വർഷത്തിന് ശേഷം പുതിയ നോട്ടിഫിക്കേഷൻ എത്തിയിരിക്കുകയാണ്. അതും 15 വർഷത്തിന് ശേഷം. ഈ നോട്ടിഫിക്കേഷന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തെ പരീക്ഷകളിൽ വനിതകൾക്കൊന്നും അപേക്ഷിക്കാൻ സാധിക്കില്ലായിരുന്നു. എന്നാൽ പുതിയ വിജ്ഞാപനം വരുമ്പോൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് വനിതകൾക്കും അപേക്ഷിക്കാൻ സാധിക്കും. അതേപോലെ ഏകദേശം 985 ഒഴിവുകൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എടുത്തു പറയുന്നുണ്ട്. 985 ഒഴിവുകൾ. സോ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കിയടാ. 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം KSEBിയിൽ ഇലക്ട്രിസിറ്റി വർക്കർ ഓർ മസ്ദൂർ തസ്തികയിലേക്ക് വിജ്ഞാപനം വരുന്നു. ഈ തസ്തികയിൽ നിലവിലുള്ള 985 ഒഴിവിൽ നിയമനം നടത്താൻ KSEB ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചു. സോ ജില്ലാടിസ്ഥാനത്തിലായിരിക്കും നിയമനം. ജില്ലാടിസ്ഥാനത്തിലാണ്. കാരണം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ തന്നെ എന്ത് ചെയ്യാം, ജോലി ചെയ്യാനും ഒരു അവസരമുണ്ട്. കാരണം ജില്ലാ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, പരീക്ഷകൾ നടത്തുന്നത്. സോ ഇലക്ട്രിക്കൽ സർക്കിളുകളിലെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാർ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരമായിരിക്കും എന്ത് ചെയ്യുക, PSC ഇതിന്റെ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുക. സോ ഉടനെ എന്ത് ചെയ്യാം, ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് തീർച്ചയായും എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. അതേപോലെ നിങ്ങൾ ഇനി ആലോചിക്കുന്നുണ്ടായിരിക്കും, സാറേ എന്താണ് ഇതിന്റെ യോഗ്യതയിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. യോഗ്യതയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഒന്ന് നോക്കിയേ, യോഗ്യതയിലുള്ള ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് സൈക്കിൾ ഒഴിവാക്കി. അതായത് മുൻപുള്ള പരീക്ഷകൾ എടുത്തു നോക്കിയാൽ സൈക്കിൾ സവാരി എന്ന് പറയുന്നത് നിർബന്ധമായിരുന്നു. എന്നാൽ ഇത്തവണത്തെ യോഗ്യതയിൽ അതെന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. എന്താ പറയുന്നത്, ഇലക്ട്രിസിറ്റി വർക്കർ ഓർ മസ്ദൂർ തസ്തികയുടെ പുതുക്കിയ യോഗ്യതയിലാണ് എന്താ വിജ്ഞാപനം വരിക. അതേപോലെ യോഗ്യതകൾ ഭേദഗതി ചെയ്ത 2025 നവംബറിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, KSEB ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. സോ 10ാം ക്ലാസ് ജയവും, ശ്രദ്ധിച്ചു നോക്കുക, യോഗ്യത പറയാണ് 10ാം ക്ലാസ് ജയവും ഇലക്ട്രിക്കൽ ഓർ വയർമാൻ ട്രേഡിൽ 2 വർഷത്തെ നാഷണൽ ഓർ സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റുമാണ് പുതുക്കിയ യോഗ്യത. അപ്പം 10ാം ക്ലാസ്സും വേണം, എന്ത് ചെയ്യണം, ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ വയർമാൻ ട്രേഡിൽ 2 വർഷത്തെ നാഷണൽ ഓർ സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റുമാണ് എന്താ പുതുക്കിയ നമ്മുടെ KSEB വർക്ക്മാൻ ഓർ മസ്ദൂറിന്റെ പുതുക്കിയ യോഗ്യത എന്ന് പറയുന്നത്. അതേപോലെ മുൻപ് വനിതകൾക്ക് അപേക്ഷിക്കാൻ കഴിയില്ലായിരുന്നു, ഇനി എന്ത് ചെയ്യാം, വനിതകൾക്കും എന്ത് ചെയ്യാം, അപേക്ഷ നൽകാം. അതേപോലെ ഉയരത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. പുരുഷന്മാരുടെ ഉയരം 157.48 സെന്റിമീറ്റർ ആണ് എന്താ പുരുഷന്മാർക്ക് ഉണ്ടായിരിക്കേണ്ട ഉയരം. ഈ ഒരു അപേക്ഷകളിൽ ഈ ഒരു പോസ്റ്റിന് അപേക്ഷിക്കാൻ 157.48 സെന്റിമീറ്റർ ഉയരം ഉണ്ടായിരിക്കണം. അതേപോലെ വനിതകൾക്ക് പറയുന്നത് 144.78 സെന്റിമീറ്റർ ആണ് എന്താ വനിതകൾക്ക് പറയുന്ന ഉയരം എന്ന് പറയുന്നത്. അതേപോലെ നല്ല കാഴ്ചശക്തി ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ എടുത്തു പറയുന്നുണ്ട്. അതേപോലെ വർണ്ണാന്തത പാടില്ല. അതേപോലെ പുറം ജോലി ചെയ്യാനുള്ള ശാരീരിക ക്ഷമതയൊക്കെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. അതേപോലെ സൈക്കിൾ സവാരിയുടെ കാര്യം പറയാൻ നോക്കിയേ, സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം എന്താ നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നിബന്ധന ഉണ്ടായിരുന്നുവെങ്കിലും പുതുക്കിയ യോഗ്യതയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ഒഴിവാക്കിയിട്ടുണ്ട്. സോ 10ാം ക്ലാസ്സും അത്യാവശ്യം ശാരീരിക ക്ഷമതയും അതേപോലെ നമ്മുടെ 2 വർഷത്തെ നമ്മുടെ ഇലക്ട്രിക്കൽ ഓർ വയർമാന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴേ സെറ്റ് ആക്കിക്കോ, നല്ലൊരു പോസ്റ്റാണ്. അതേപോലെ വേറൊരു കാര്യം കൂടി അവർ എടുത്തു പറയുന്നുണ്ട്, ഇതിന്റെ സെലക്ഷനില്ല, ഇതിന്റെ തിരഞ്ഞെടുപ്പില്ല പോസ്റ്റിൽ കയറ്റം എന്നൊരു കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് അവർ എടുത്തു പറയുന്നുണ്ട്. നോക്കിക്കേ, ഇലക്ട്രിസിറ്റി ഓർ വർക്കർ ഓർ മസ്ദൂർ തസ്തികകളുടെ തിരഞ്ഞെടുപ്പിൽ ഇലക്ട്രിക്കൽ പോസ്റ്റിൽ കയറ്റവും നിർബന്ധം. സോ ഇതോടൊപ്പം എന്താണ്, പോസ്റ്റിൽ കയറ്റം എന്ന് പറയുന്ന ഒരു സാധനം അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റും കൂടി നടത്തിയിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ, സെലക്ടഡ് ആക്കും. സോ അതെന്ത് ചെയ്തിട്ടുണ്ട്, നിർബന്ധമാണ് എന്നവര് പറയുന്നുണ്ട്. അതേപോലെ ഫീൽഡ് തലത്തിൽ പോസ്റ്റിൽ കയറി ചെയ്യേണ്ട ജോലികൾ ഉള്ളത് കൊണ്ടും ഈ തസ്തികയുടെ അടുത്ത പ്രൊമോഷൻ ലൈൻമാൻ തസ്തിക ആയതുകൊണ്ടും, സോ ഇതിന്റെ പ്രൊമോഷൻ അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളൊരു വർക്കർ അല്ലെങ്കിൽ ഈ ഒരു എന്താണ് മസ്ദൂർ പോസ്റ്റിൽ കയറിയാലും നിങ്ങൾക്ക് തീർച്ചയായും ലൈൻമാൻ ഗ്രേഡ് 1ലേക്കോ ഗ്രേഡ് 2ലേക്കോ ഒക്കെ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും എന്ത് ചെയ്യും, പ്രൊമോഷൻ ലഭിക്കും. സോ അങ്ങനെയുള്ള പ്രൊമോഷൻ ലഭിക്കുന്നതൊക്കെ കൊണ്ട് തന്നെ എന്താണ്, ഈ ഒരു പോസ്റ്റിൽ കയറ്റം എന്താണ്, തീർച്ചയായിട്ടും നിർബന്ധമാണ്. അതായത് പോസ്റ്റിൽ കയറ്റത്തിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. 9 മീറ്റർ ഉയരമുള്ള ഇലക്ട്രിക് പോസ്റ്റ് 8 മിനിറ്റ് കൊണ്ട് കയറി ഇറങ്ങാനുള്ള കായികക്ഷമതാ പരീക്ഷ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിരിക്കും. 9 മീറ്റർ ഉയരമുള്ള ഇലക്ട്രിക് പോസ്റ്റ് ആണ് 8 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യേണ്ടത്, കയറേണ്ടത്. എന്നാൽ ഇതിൽ വനിതകളുടെ കാര്യം അവർ പറയുന്നത് ഇങ്ങനെയാണ്, വനിതകൾക്ക് ഇതിൽ ഇളവുണ്ടോ എന്ന
വിജ്ഞാപനം വന്നാലേ എന്ത് ചെയ്യാൻ പറ്റൂ, അറിയാൻ പറ്റുള്ളൂ. കാരണം വനിതകളെ കുറിച്ച് അല്ലെങ്കിൽ വനിതകൾക്ക് ഈ ഒരു സെലക്ഷൻ ടെസ്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യം വിജ്ഞാപനം നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് പുറത്തു വരുമ്പോഴേ എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും പുരുഷന്മാർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടെസ്റ്റ്, ഈ ഒരു പോസ്റ്റിൽ കയറ്റം തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, പ്രതീക്ഷിക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്താൽ മതി, പരീക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാം, ഓൾ നമ്മളെ മൈൻഡ് സെറ്റ് ആക്കുക. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, പോസ്റ്റിൽ കയറ്റമൊക്കെ എന്ത് ചെയ്യും, ഇങ്ങ് വന്നോളും. യെസ്, അപ്പോൾ നമ്മുടെ മുൻപ് വിജ്ഞാപനം വന്നത് 2011 സോ 15 വർഷം കഴിഞ്ഞു. മുൻപത്തെ വിജ്ഞാപനം അനുസരിച്ച് പറയും നോക്കിയടാ, ഇലക്ട്രിസിറ്റി വർക്കർ ഓർ മസ്ദൂർ തസ്തികയിൽ PSCയുടെ മുൻ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ട് 15 വർഷമായി. 2011 മാർച്ച് 31 എന്താ ഈ തസ്തികയിൽ PSC ഒടുവിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത്. 2013 സെപ്റ്റംബർ 30 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. 14 ജില്ലകളിലായി 10,000-ലധികം പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. 2016 സെപ്റ്റംബർ 29 3 വർഷ കാലാവധി പൂർത്തിയാക്കി റാങ്ക് ലിസ്റ്റ് അവസാനിച്ചെങ്കിലും ഉദ്യോഗാർത്ഥികൾ കോടതിയെ സമീപിച്ച് 6 മാസം കൂടി എന്ത് ചെയ്തു, നീട്ടി വാങ്ങി. ആ ഒരു ലിസ്റ്റ് പരിശോധിച്ചാൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 4020 പേർക്കാണ് എന്ത് ചെയ്തത്, ആ ഒരു ലിസ്റ്റ് അനുസരിച്ച് ജോലി കിട്ടിയത്. സോ ഇനി 15 വർഷം കഴിഞ്ഞിട്ടാണ്, ഇപ്പോൾ തന്നെ 985ഓളം ഒഴിവുകളുണ്ട്. സോ ഇനിയും എന്ത് ചെയ്യും, ജില്ലാ അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് സെലക്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ ഇതിലേക്കാളും എന്ത് ചെയ്യും, ഒരുപാട് പേർക്ക് എന്ത് ചെയ്യും, ജോലി ലഭിക്കും. സോ എന്ത് ചെയ്യരുത്, പ്രതീക്ഷ കൈവിടരുത്. കഴിഞ്ഞ തവണ ജില്ലാ അടിസ്ഥാനത്തിലുള്ള നിയമന ശുപാർശകൾ കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ആണ് ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ പോയത്. 400 അല്ലല്ല, തിരുവനന്തപുരത്തല്ല, കോഴിക്കോടാണ് എന്താ, കോഴിക്കോടല്ല, തൃശ്ശൂരാണ് എന്താ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തത്, നിയമന ശുപാർശ എന്ത് ചെയ്തത് നടന്നത്. തിരുവനന്തപുരത്ത് 450, കൊല്ലം 132, പത്തനംതിട്ട 141, ആലപ്പുഴ 276, കോട്ടയം 172, ഇടുക്കി 148, എറണാകുളം 263, അതേപോലെ തൃശ്ശൂർ 514, പാലക്കാട് 449, മലപ്പുറം 384, കോഴിക്കോട് 461, വയനാട് കുറവായിരുന്നു 91, കണ്ണൂർ 412, കാസർഗോഡ് 125. ആകെ 4020 പേർക്കാണ് എന്ത് ചെയ്തത്, നിയമന ശുപാർശ നൽകിയത്. സോ 15 വർഷം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. സോ ഇതിലധികം എന്ത് ചെയ്യും, നിയമന ശുപാർശകൾ നടക്കും എന്നുള്ള കാര്യം, ഒരുപാട് പേർക്ക് ജോലി കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം. സോ 10ാം ക്ലാസ്സും ITയിൽ ആ 2 വർഷത്തെ സർട്ടിഫിക്കറ്റും ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ്. ഒരിക്കലും ഈ ഒരു അവസരം എന്ത് ചെയ്യരുത്, പാഴാക്കരുത്. നല്ലൊരു അവസരമാണ്. അപ്പൊ നമ്മുടെ ഇലക്ട്രിസിറ്റി വർക്കർ ഓർ മസ്ദൂർ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബാച്ച് സൂപ്പർ നോട്ട്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് അടിപൊളി ക്ലാസ്സസും നോട്ട്സും മെന്റർഷിപ്പ് സെഷൻസും ഒക്കെ ഉൾപ്പെടെ ഒരു സെറ്റ് ബാച്ച്, നിങ്ങളെ വേഗത്തിൽ ഈ ഒരു ജോലിയിലേക്ക് എത്തിക്കുന്ന ഒരു ബാച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ബാച്ച് ഒന്ന് കമന്റ് ചെയ്യുക. സോ നമ്മുടെ കോഴ്സസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിലെ ഫസ്റ്റ് കമന്റ് ആയിട്ട് നമ്മുടെ ഗൂഗിൾ ഫോം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് എന്ത് ചെയ്താൽ മതി, ഫില്ല് ചെയ്താൽ മതി. ഇവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യും, കോൺടാക്ട് ചെയ്യും. സോ വേഗം പഠിക്കുക, വേഗം ജോലിയിലെത്താം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.